പ്രിയപ്പെട്ട പക്ഷേ നമ്മൾ രണ്ടാമത്തെ വാർത്തയിലേക്ക് പോകുന്നു. സ്വർണ്ണപ്പാളി വിവാദത്തിലും അയ്യപ്പ സംഗമത്തിലും നിയമസഭയിലും പുറത്തും ഭരണ പ്രതിപക്ഷ പോര്. അയ്യപ്പന്റെ 4 കിലോ സ്വർണം അടിച്ചു മാറ്റിയവരാണ് സംഗമം നടത്തുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചു. ശബരിമലയിൽ നിന്നും 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ, ഉദ്യോഗസ്ഥർ അറിയാതെ അടിച്ചു മാറ്റിയൊരു വിഷയമാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ്, ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു. സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് വി ഡി സതീശൻ ഏറ്റെടുത്തുവെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായി അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിന്റെ ക്ഷീണം തീർക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തവണ ഈ അനുവദിക്കാനാവില്ല, സബ്സിഡീസ് ആണ് എന്നറിഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്. ഇന്ന് ഇരിക്കേണ്ടി വന്നാലോ എന്ന് ഭയന്നിട്ടാണ് സർ. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് മങ്ങലേൽപ്പിക്കാനാണ് പ്രതിപക്ഷ ഉപക്ഷേപം കൊണ്ടുവന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ കുറ്റപ്പെടുത്തി. ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ഭംഗിയായി ഫലപ്രദമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന് മങ്ങലേൽപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിൻ്റെ പിന്നിലുള്ളത്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ അംഗീകരിക്കാത്ത പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരാണ്. ഉമേഷ്, അതിലെ ഭരണ പ്രതിപക്ഷ LDF, UDF, അതിലെ രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറം ഈ വിഷയത്തിൽ ഹൈക്കോടതി രൂക്ഷമായ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന കാര്യം സത്യമാണ്. അത് ഉത്തരവ് പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി രൂക്ഷമായി ഈ പറയുന്ന 4 കിലോ പോയത് സ്വർണം തന്നെയാണെന്ന് സംശയിക്കണം. ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് സ്പോൺസർ പോകുമ്പോൾ ദേവസ്വം ബോർഡിലെ ആരും അനുഗമിച്ചില്ല. അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് ഈ പറഞ്ഞ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതിനു ശേഷം തിരികെ സന്നിധാനത്തോട് തൂക്കി നോക്കിയില്ല. അത് മനഃപൂർവ്വമാണെന്ന് സംശയിക്കുന്നു. ക്രമക്കേട് മറച്ചുവെക്കാൻ സംശയിച്ചു തുടങ്ങിയ അതിഗുരുതരമായ വിമർശനങ്ങൾ അടങ്ങിയ ഹൈക്കോടതി ഉത്തരവാണ്. അത് പൊളിറ്റിക്കലി പ്രതിപക്ഷം ഏറ്റെടുക്കുന്നുണ്ടോ ഉമേഷ്? തീർച്ചയായും അതിൻ്റെ ഒരു സൂചനയാണ് ഇന്ന് സഭയിൽ കണ്ടത്. കഴിഞ്ഞ 3 ദിവസവും അടിയന്തര പ്രമേയം പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ച ചെയ്യാൻ സഭ തയ്യാറായെങ്കിൽ ഇന്ന് അതിനുള്ള ഭരണപക്ഷം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ നോട്ടീസ് നൽകിയപ്പോൾ തന്നെ ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, സഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്പീക്കർ ആദ്യമേ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ പ്രമേയത്തിന് അനുമതി തേടിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പ്രമേയം അവതരിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ ഭരണ പ്രതിപക്ഷ തർക്കം സഭയിൽ ആരംഭിച്ചു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന നിരവധി വിഷയങ്ങൾ സഭയിൽ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് ആവശ്യപ്പെട്ടു. അതേപോലെ ഈ വിഷയം ചർച്ച ചെയ്യണം, കാരണം അത്രത്തോളം ഗുരുതരമായ പ്രശ്നമാണ്, ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനമുണ്ടായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം ശക്തമായി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. എന്നാൽ അതിന് തയ്യാറായില്ല. സ്പീക്കർ ഈ വിഷയത്തിന് അനുമതി നിഷേധിച്ചതോടുകൂടി ഭരണ പ്രതിപക്ഷ തർക്കം കൂടുതൽ രൂക്ഷമായി. ഇത്തരത്തിൽ മറ്റ് വിഷയങ്ങളില്ലാതെയാണ് ഇന്ന് ഏതെങ്കിലും വിഷയം കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ചർച്ച ചെയ്യാൻ സാധ്യതയില്ലാത്ത വിഷയം നോക്കി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുകയാണ് എന്നായിരുന്നു മന്ത്രി പി രാജീവ് വിമർശിച്ചത്. അതേസമയം RSS BJP പ്രതിനിധി സഭയിൽ ഇല്ലാത്തത് കൊണ്ട് ആ ചുമതല പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണ് എന്നുള്ള വിമർശനമായിരുന്നു മന്ത്രി MB രാജേഷ് നടത്തിയത്. എന്തായാലും ഇതിനെതിരെ രൂക്ഷമായി സഭയ്ക്ക് പുറത്തിറങ്ങിയും പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചു. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് വിമർശനമായിരുന്നു മന്ത്രി വി എൻ വാസവൻ നടത്തിയത്. എന്തായാലും ഇന്ന് അങ്ങനെ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഭരണ പ്രതിപക്ഷ തർക്കം അത് രൂക്ഷമായി തന്നെ സഭയിൽ തുടർന്നു. അതിനുശേഷം സഭ വിട്ടിറങ്ങി സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തും ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. അഷ്മി, നിയമസഭയിലെ സ്വർണ്ണപ്പാളി വിവാദങ്ങളിലെ വാക്പോരാണ്. സഭയ്ക്ക് പുറത്തേക്ക് വന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അയ്യപ്പന്റെ 4 കിലോ സ്വർണം അടിച്ചുകൊണ്ടുപോയവർ അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളതാണ്. അത് അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനാണ് ആരോപണങ്ങൾ എന്ന് പറയുന്നു ഭരണപക്ഷം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആ വാക്പോരിനപ്പുറം ചില ഗുരുതരമായ പ്രശ്നങ്ങൾ അതിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. അതിൽ മറുപടി ഉറപ്പായും ഉണ്ടാവട്ടെ. അധികം വൈകാത്ത കാര്യം ഹൈക്കോടതി അന്വേഷിച്ച് 3 ആഴ്ചയ്ക്കും റിപ്പോർട്ട്, 3 ആഴ്ചയാണ് ഓർമ്മ, പെട്ടെന്ന് റിപ്പോർട്ട് നൽകാനാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. പെട്ടെന്ന് അന്വേഷണം നടക്കട്ടെ. 4 കിലോ സ്വർണം അല്ലെങ്കിൽ ഇപ്പോൾ അത് ഹൈക്കോടതി സംശയിക്കുന്നത് അത് 99 തന്നെ ഗോൾഡ് ക്ലാഡഡ് അഥവാ സ്വർണം പൂശിയതാണ്. അത് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് സ്വർണ്ണം അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് കോടതി രേഖകൾ പരിശോധിച്ച് കോടതിക്ക് ബോധ്യപ്പെടുന്നു. 2019 വീണ്ടും അങ്ങനെ സ്വർണം പൂശുന്നു കോടതിക്ക് സംശയമുണ്ടാകുന്നു. അപ്പോൾ അതിനിടയിൽ വരുന്ന 4 കിലോ സ്വർണം കോടതി സംശയിക്കുന്നു 4 കിലോയും സ്വർണം തന്നെയാണ് എന്ന് കോടതി സംശയിക്കുകയാണ്. ഹൈക്കോടതിയുടെ സംശയമാണ്. ആ സംശയ നിവാരണം കോടതിയുടെ മാത്രം ആവശ്യമല്ല, അയ്യപ്പ ഭക്തരുടെ മാത്രവുമല്ല, കേരളം മുഴുവൻ
ആ സംശയ നിവാരണത്തിനെ കാത്തിരിക്കുന്നു. 4 കിലോ അങ്ങനെ വെറുതെ ആവിയായി പോകുമോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.